മാധ്യമം പോഡ്കാസ്റ്റ്. മാധ്യമം എഡിറ്റോറിയൽ 2026 ഫെബ്രുവരി 12 വ്യാഴം. പാർലമെന്റ് പാസാക്കിയ നിയമമനുസരിച്ച് കേന്ദ്ര സർക്കാർ രൂപവൽക്കരിച്ച PM കെയേഴ്സ് ഫണ്ടിന്റെ സുതാര്യത മറച്ചുപിടിക്കുന്ന സർക്കാർ നടപടി വിശകലനം ചെയ്യുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ. PM കെയേഴ്സ് ഇത്ര മറച്ചുപിടിക്കാനെന്ത്? PM കെയേഴ്സ് ഫണ്ട് സംബന്ധമായി ഉയരുന്ന ചോദ്യങ്ങൾക്ക് പാർലമെന്റിൽ ഉത്തരമാവശ്യപ്പെട്ട് CPM രാജ്യസഭാ MP ഡോക്ടർ ജോൺ ബ്രിട്ടാസ് കഴിഞ്ഞ ദിവസം രാജ്യസഭാ ചെയർമാനും ലോക്സഭാ സ്പീക്കർക്കും എഴുതിയ കത്ത് ഒരിക്കൽ കൂടി ചർച്ചകൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ്. PM കെയേഴ്സ് എന്ന പ്രൈം മിനിസ്റ്റേഴ്സ് സിറ്റിസൺ അസിസ്റ്റൻസ് ആൻഡ് റിലീഫ് ഇൻ എമർജൻസി സിറ്റുവേഷൻസ് ഫണ്ട്, പ്രധാനമന്ത്രിയുടെ ദേശീയ ആശ്വാസ ഫണ്ട് അഥവാ PMNRF, ദേശീയ പ്രതിരോധ ഫണ്ട് അഥവാ NDF എന്നീ 3 ഫണ്ടുകളുടെ വിവരങ്ങൾ പാർലമെന്റ് അംഗങ്ങളിൽ നിന്നും അതുവഴി ജനങ്ങളിൽ നിന്നും മറച്ചുവെക്കണം എന്ന തീരുമാനവും പ്രസ്തുത ഫണ്ടുകളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ പാർലമെന്റിൽ അനുവദിക്കരുത് എന്ന് പറഞ്ഞ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അഥവാ PMO നിർദ്ദേശം നൽകിയതായി വന്ന റിപ്പോർട്ടുകളുമാണ് വിഷയം വീണ്ടും ജനശ്രദ്ധയിൽ എത്തിച്ചിരിക്കുന്നത്. ഫെബ്രുവരി 9 ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രത്തിൽ വന്ന റിപ്പോർട്ട് അനുസരിച്ച് PMO ജനുവരി 30 ലോക്സഭാ സെക്രട്ടേറിയറ്റിന് അയച്ച കത്തിലാണ് പരാമൃഷ്ട ഫണ്ടുകളെക്കുറിച്ച ചോദ്യങ്ങളൊന്നും ലോക്സഭാ നടപടിച്ചട്ടങ്ങളിലെ ഖണ്ഡിക 41 ഉപഖണ്ഡികകൾ അനുസരിച്ച് ഉന്നയിക്കാൻ പറ്റില്ലെന്നും അവ തള്ളിക്കളയണം എന്നും അറിയിച്ചതായി റിപ്പോർട്ട് വന്നത്. ബ്രിട്ടാസ് ഉന്നയിച്ച ആവശ്യം PM കെയേഴ്സ് പോലുള്ള ഫണ്ടുകളെക്കുറിച്ച ചോദ്യങ്ങൾ നിരസിക്കാനുള്ള സർക്കാർ നിർദ്ദേശങ്ങൾ സഭാധ്യക്ഷന്മാർ തള്ളിക്കളയണം എന്നും പാർലമെന്റിന് അവ അറിയാനുള്ള അവകാശം സ്ഥാപിക്കണം എന്നുമായിരുന്നു. ദുരൂഹ കാരണങ്ങളാൽ കേന്ദ്ര സർക്കാർ ഇത്തരം ഫണ്ടുകളെക്കുറിച്ചുള്ള ഒരു വിവരവും ജനപ്രതിനിധികൾക്ക് അറിയാൻ അവകാശമുള്ളതായി അംഗീകരിക്കുന്നില്ല. സർക്കാർ ഖജനാവിലെ മറ്റു പണം പോലെ കേന്ദ്ര സർക്കാരിൻ്റെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽപ്പെടുന്നതല്ല അതെന്നും അത് കൈകാര്യം ചെയ്യുന്നത് സർക്കാർ വകുപ്പുകളോ പൊതുമേഖലാ സ്ഥാപനങ്ങളോ അല്ലെന്നും അതുകൊണ്ട് തന്നെ സർക്കാർ ചെലവുകൾ ഓഡിറ്റ് ചെയ്യുന്നത് പോലുള്ള ഓഡിറ്റിങ്ങിന് അവ വിധേയമല്ല എന്നുമാണ് മോദി സർക്കാർ നിലപാട്. ആ ഫണ്ടുകളുടെ വരവും ചെലവും അതാര്യമാക്കാനുള്ള അടവ് മാത്രമാണ് ഈ ന്യായം എന്ന് സംശയിക്കാവുന്ന തരത്തിലാണ് ബന്ധപ്പെട്ട മറ്റു വസ്തുതകളെല്ലാം. 2020 മാർച്ച് 28 കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം അയച്ച മെമ്മോയിൽ തന്നെ കൃത്യമായി പറയുന്നത് PM കെയേഴ്സ് ഫണ്ടിലേക്കുള്ള സംഭാവനകൾ കോർപ്പറേറ്റ് സാമൂഹിക ബാധ്യതാ ചെലവുകൾക്ക് അർഹമാണ്. കാരണം അത് കേന്ദ്ര സർക്കാർ തന്നെ പൊതു ആശ്വാസത്തിനു വേണ്ടി രൂപവൽക്കരിച്ച ഫണ്ടാണ് എന്നാണ്. ഫണ്ടിൽ സർക്കാരിന് നേരിട്ട് നിയന്ത്രണം വേണം, എന്നാൽ അത് ഓഡിറ്റിന് വിധേയമാക്കാനാവില്ല എന്നാണ് കേന്ദ്ര നിലപാട്. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ ചെയ്തതുപോലെ വിവിധ കോർപ്പറേറ്റുകൾക്ക് സംഭാവന നൽകാനുള്ള ചാനലായി ഫണ്ട് നിലനിർത്താനും പരിശോധന കൂടാതെ ഭരണകൂടത്തിന് താൽപ്പര്യമുള്ള രീതിയിൽ ചെലവഴിക്കാനുമുള്ള സ്വാതന്ത്ര്യം സർക്കാർ തേടുന്നത്. സുതാര്യതയെക്കുറിച്ച് വമ്പ് പറയുന്ന മോദി സർക്കാരാണ് തങ്ങൾ രൂപം നൽകിയ സർക്കാർ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും തന്നെ നേരിട്ട് മേൽനോട്ടം നടത്തുന്ന സഹസ്രകോടി രൂപയുടെ ഇടപാടുകളെക്കുറിച്ച് പാർലമെന്റിൽ ചോദിച്ചുകൂടാ എന്ന് തിട്ടൂരമുരക്കുന്നത്. ഈ ഫണ്ടുകളുടെ വെബ്സൈറ്റുകളിൽ വിവരങ്ങൾ കുറേ നൽകുന്നുണ്ടെങ്കിലും ഓരോ സാമ്പത്തിക വർഷം പിരിഞ്ഞതും ചെലവഴിച്ചതുമായ കണക്കല്ലാതെ മറ്റു വിവരങ്ങളൊന്നും ലഭ്യമല്ല. സംഭാവന നൽകിയത് ആര്, സഹായ ഗുണഭോക്താക്കൾ ആര് എന്നതൊന്നും വ്യക്തമല്ല. PM കെയേഴ്സ് 2000 കോവിഡ് കാലത്ത് രജിസ്റ്റർ ചെയ്ത ട്രസ്റ്റാണ് എന്ന് വെബ്സൈറ്റിൽ വ്യക്തമാക്കുന്നു. അതിൻ്റെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങളും പറയുന്നുണ്ട്. പ്രധാനമന്ത്രി ചെയർമാനും ആഭ്യന്തര, പ്രതിരോധ, ധനകാര്യമന്ത്രി എന്നിവർ എക്സ് ഒഫീഷ്യോ അംഗങ്ങളുമാണ്. പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്ത 2 അംഗങ്ങൾ വേറെയും. ഫണ്ടിലേക്കുള്ള സംഭാവനകൾക്ക് മറ്റ് സർക്കാർ ജീവകാരുണ്യ ഫണ്ടുകളെപ്പോലെ 100% ആദായ നികുതി ഇളവ് ലഭിക്കും. വിദേശ സംഭാവന നിയമമനുസരിച്ച് അതിവേഗം നൽകിയ അംഗീകാരമുണ്ടിതിന്. 2013 കമ്പനി നിയമം PM കെയേഴ്സ് ഫണ്ടിനു വേണ്ടി മാത്രം ഭേദഗതി ചെയ്ത് കമ്പനികൾ നൽകുന്ന സാമൂഹിക ബാധ്യതാ സംഭാവനകൾക്കും ഇതിനെ യോഗ്യമാക്കിയിരുന്നു. ഇങ്ങനെ പാർലമെന്റ് പാസാക്കിയ നിയമമനുസരിച്ച് കേന്ദ്ര സർക്കാർ രൂപവൽക്കരിച്ചതാണ് ഈ സംവിധാനം. നടത്തിപ്പിൽ പ്രധാനമന്ത്രി അടക്കമുള്ളവർ ഉത്തരവാദിത്തം വഹിക്കുന്ന പ്രധാനമന്ത്രി കാര്യാലയത്തിൻ്റെ മേൽവിലാസമുള്ള
PMOയിലെ തന്നെ സെക്രട്ടറി അല്ലെങ്കിൽ അഡീഷണൽ സെക്രട്ടറിമാർക്ക് അധിക ഉത്തരവാദിത്തമുള്ള ഒരു സ്ഥാപനത്തിൻ്റെ കാര്യത്തിലാണ് സുതാര്യത മറച്ചുപിടിക്കണം എന്ന് കേന്ദ്ര സർക്കാർ ശാഠ്യം പിടിക്കുന്നത്. വിവരങ്ങൾ മറച്ചുപിടിക്കാനുള്ള ഈ വ്യഗ്രത കണ്ട് അതിൽ മറച്ചുവെക്കാൻ എന്തൊക്കെയോ ഉണ്ട് എന്ന് പൗരർ മനസ്സിലാക്കിയാൽ അവരെ കുറ്റപ്പെടുത്താൻ കഴിയുമോ? ഒന്നുകിൽ ഈ ചോദ്യത്തിന് തൃപ്തികരമായ ഉത്തരം നൽകണം, അല്ലെങ്കിൽ PM കെയേഴ്സിൽ കേന്ദ്ര സർക്കാർ സുതാര്യത അനുവദിക്കണം.